വിശദമായി നോക്കാം. വയനാട്ടിൽ ഉരുൾ വിഴുങ്ങിയവരെ യാത്രയാക്കുകയാണ് നാടൊന്നാകെ. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അലമുറയിടുന്നവരെയാണ് എങ്ങും കാണാനാകുന്നത്. തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കും. പുത്തുമലയിലെ ഹാരിസൺ തോട്ടത്തിലാണ് സംസ്കാരം. എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി തത്സമയം ചേരും. അനീഷ, തിരിച്ചറിയാനാകാത്തവരെ ഒന്നായി അവർ ഇത്രയും നാളും ഒരുമിച്ച് താമസിച്ചവരെ ഒരുമിച്ച് അടക്കം ചെയ്യുകയാണ്. അവർ ഒരുമിച്ച് തന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു. ഏറെ വേദനിപ്പിക്കുന്ന, ഏറെ വൈകാരികമായ കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷികളാകുന്നത്. 8 പേരെയാണ് ഇന്ന് സംസ്കരിക്കുക എന്നാണ് അറിയാൻ സാധിച്ചതല്ലേ? വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ സംസ്കരിക്കും. എസ് അനീഷ് കുമാർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷ്, 8 പേരെയാണ് ഇന്ന് പുത്തുമലയിൽ സംസ്കരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെയല്ലേ? തീർച്ചയായും 8 പേരെന്ന് ഔദ്യോഗികമായി തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നു. ഇതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു. നേരത്തെ 30-ലധികം ആളുകളെ സംസ്കരിക്കും എന്ന രീതിയിലായിരുന്നു അറിയിപ്പുണ്ടായത്. എന്നാൽ ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നിരുന്നു. ഒപ്പം പൂർണ്ണമായി ജീർണാവസ്ഥയിലായ മൃതശരീരങ്ങൾ ആദ്യം സംസ്കരിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 8 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, PPE കിറ്റൊക്കെ അണിഞ്ഞ് ആണ് ഈ വോളണ്ടിയർമാർ ഈ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും മറ്റനുബന്ധ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുന്നതിനും ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം മേശകൾ ഇതിനായി ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മോശം അവസ്ഥയിലാണ് പല മൃതശരീരങ്ങളും ഉള്ളതുകൊണ്ടുകൂടി എന്നതിനാലാണ് ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. സമൂഹ പ്രാർത്ഥന, അതായത് 3 വിഭാഗത്തിൻ്റെയും പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പുരോഹിതന്മാരടക്കം ഇവിടെ ഇപ്പോൾ സന്നിഹിതരായുണ്ട്. അവരൊക്കെ കാത്തിരിക്കുകയാണ്. അവസാന നിമിഷം ഒരു മൃതശരീരവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അവകാശവാദം ഉയർന്നതുകൊണ്ടാണ് നടപടിക്രമങ്ങൾ പിന്നെയും വൈകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് അല്പസമയത്തിനകം പരിഹരിക്കപ്പെട്ട ശേഷം അവിടുന്ന് പുറപ്പെടും എന്നാണ് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുകയും ചെയ്യുന്നത്. മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ ഏതാണ്ട് 65 സെന്റ് വരുന്ന സ്ഥലമാണ് ഇതിനായി എടുത്തത്. അത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് വൈകുന്നേരത്തുകൂടി ഇറങ്ങിയിരുന്നു. അതിൻ്റെ കൈമാറലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതിൻ്റെ നടപടിക്രമം പൂർത്തിയായിരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള ചടങ്ങുകൾ ഇവിടെ നടത്തും. ഒരുപാട് ആളുകളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും അല്ലാതെയും ഒക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകളുടെ ബന്ധുക്കളിൽ കുറച്ചധികം ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. പലരും ഇത് തങ്ങളുടെ മൃതദേഹം എന്ന് അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധുവിൻ്റെ മൃതദേഹം എന്ന് കരുതി സംസ്കരിക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ പറയുന്നു. കാരണം ഈ തെരച്ചിൽ ഇത്ര ഘട്ടത്തും കൂടെ എത്തിയിട്ടും ഈ മൃതശരീരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കാണാതായവരെ കുറിച്ച് ഒരു തരത്തിലുള്ള വിവരവും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടി അനിശ്ചിതമായി തെരച്ചിൽ നീളില്ല എന്ന് അവർക്കറിയുകയും ചെയ്തു. അനന്തമായി ഈ തെരച്ചിൽ നീളുകയില്ല എന്നും അവർക്കറിയാം. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടെയാണ് മരിച്ചവർക്ക് ചെയ്യാൻ കഴിയുന്ന അവസാന കർമ്മം എന്ന നിലയിൽ തൻ്റെ സഹോദരി അല്ലെങ്കിൽ തൻ്റെ മകളെയൊക്കെ ആണ് മനസ്സിൽ കണ്ട് ഇന്നത്തെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതെന്നാണ് പലരും നമ്മളോട് പറഞ്ഞത്. കുഴിമാടങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ മൃതശരീരങ്ങൾ വയ്ക്കാനുള്ള മേശ ക്രമീകരിച്ചിരിക്കുന്നു. PPE കിറ്റ് അണിഞ്ഞ വോളണ്ടിയർമാർ ഇതിന് സന്നദ്ധരായി നിൽക്കുന്ന കാഴ്ച, ഒരു വലിയ ജനസഞ്ചയം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ഈ കാര്യങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളും ഈ ചടങ്ങിലുണ്ട്. എന്തായാലും പഞ്ചായത്തിലെ ആളുകളൊക്കെ അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നു. അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്നും മൃതശരീരം ഇവിടേക്ക് പുറപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെല്ലാം കാത്തിരിക്കുന്നത്. മറ്റ് ജാതി മത ചിന്തകൾക്കപ്പുറം, മറ്റ് രാഷ്ട്രീയ പരിഗണനകൾക്കൊക്കെ അപ്പുറം എല്ലാ തരത്തിലും ഒരു അന്തിമ ചടങ്ങുകൾ അവർക്ക് അന്തിമോപചാരം നൽകണമെന്ന ഒരു രീതിയിൽ തന്നെയാണ് ക്രൈസ്തവ പുരോഹിതന്മാർ ഒരു വശത്തിരിപ്പുണ്ട്. ഇവിടെ ഹിന്ദു സഹോദരികൾ അവർ നിലവിളക്കും മറ്റുമായിരിപ്പുണ്ട്. മുസ്ലിം പുരോഹിതന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഈ ചടങ്ങ് ഒരു മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചടങ്ങായി മാറും. നമുക്ക് പബ്ലിക് നേതാവ് ഏറ്റവും ഉചിതമായ ചടങ്ങ് എല്ലാവരും
അതിലേറെ സങ്കടകരമായിട്ടുള്ളൊരു സ്ഥിതിയിലാണ് എല്ലാവരും ഉള്ളത്. കാരണം ഒന്ന് ഈ തിരിച്ചറിയപ്പെടാതെ പോകുന്ന മൃതദേഹങ്ങൾ, ഇപ്പോൾ മൃതദേഹങ്ങൾ കാത്തു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. കാരണം അവരുടെ മൃതദേഹങ്ങൾ അതിനകത്ത് ഉണ്ടാവുമോ എന്നൊരു സംശയം. പിന്നെ ആകെ ചെയ്യാവുന്നൊരു കാര്യം ഒരു സർവ്വമത പ്രാർത്ഥന നടത്തി നമ്മുടെ മൃതദേഹങ്ങളാണെങ്കിൽ, ബന്ധുക്കളുടെ മൃതദേഹങ്ങളാണെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരമുള്ള ആചാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം. മറ്റൊന്ന് WHO ഒക്കെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇങ്ങനെ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള മൃതദേഹങ്ങൾ എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് അത് പ്രകാരം പാലിച്ചുകൊണ്ട് സംസ്കരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. ഇന്നലെ ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു കുട്ടിയുടെ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് കഴിഞ്ഞ ഉടനെയാണ് മറ്റൊരു ആളുകൾ വന്നിട്ട് അത് അവരുടെ കുട്ടിയാണെന്ന് സംശയം പ്രകടിപ്പിച്ചത്. അപ്പോൾ അത് നേരത്തെ അവരുടെ വിശ്വാസമനുസരിച്ച് നമസ്കാരവും പ്രാർത്ഥനയൊക്കെ നടത്തി സംസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു കുടുംബം വന്നിട്ട് അതിന് അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്നൊരു വലിയൊരു സങ്കടകരമായ ഒരു അവസ്ഥയാണ്. വലിയ പ്രയാസം ആ കുടുംബത്തിൽ അവർ മരണപ്പെട്ടു എന്ന് അറിഞ്ഞതിനേക്കാൾ വലിയ പൊട്ടിക്കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നു അവരുടെ ഭാഗത്തുണ്ടായി. നമുക്ക് തന്നെ സഹിക്കാൻ കഴിയാവുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നതിന് പോലുള്ള താമസം എല്ലാ ബന്ധുക്കളുടെയും ഒരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ സംസ്കരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് വൈകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാനും സമയത്തിനുള്ളിൽ വരും, എല്ലാവരുടെയും സർവ്വമത പ്രാർത്ഥന നടത്തി സംസ്കരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ആശയക്കുഴപ്പമുള്ളതുമാണല്ലേ. ഇപ്പോൾ പലതും പല സ്ഥലങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ വീടിന് സമീപത്തു നിന്ന് ലഭിക്കുന്നത് അവരോട് ബന്ധപ്പെട്ടവരുടെ മൃതദേഹം ആവണമെന്ന് നിർബന്ധമില്ല. ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാത്രമല്ല ഇത്രയും ദിവസമായതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യമില്ല. അപ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ കിട്ടുമ്പോൾ അത് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ ഇന്നലെ തന്നെ പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ ഒക്കെ നോക്കി, അതുപോലെ മൈലാഞ്ചി നോക്കി അങ്ങനെയൊക്കെ തിരിച്ചറിയുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പം മറ്റു പലരും മൈലാഞ്ചി ഇടുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇത്രയും ദിവസം കഴിയുന്നുണ്ട് മൃതദേഹങ്ങൾ അഴുകിയൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൃതദേഹങ്ങളെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവരുടെ ആചാരങ്ങളും പ്രാർത്ഥനയൊക്കെ നിർവഹിക്കാൻ കഴിയുന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ, സങ്കീർണതകൾ ഈ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്നതിനൊക്കെ എത്രയോ അപ്പുറത്താണ് അവരുടെ സങ്കടങ്ങളുള്ളത്. ഇവിടെ ഇപ്പോൾ ആശ്വസിക്കാൻ കഴിയുക എല്ലാ മതപ്രകാരവും ഉള്ളതും ചെയ്യുന്നു. അതെ, നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നത് ഇങ്ങനെ നമുക്ക് നിർവാഹമുള്ളത് കൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന നിർവഹിച്ചിട്ടാണ് നടത്തുന്നത് എന്നുള്ള. എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറ്റവരുടെ ഒരു പ്രത്യേകമായ പ്രാർത്ഥന നടത്തി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ ആചാരമനുസരിച്ച് സംസ്കാരം നടത്തുക എന്നുള്ളത് അവസാനത്തെ ഒരു ആഗ്രഹമാണ്. ആ അവസാനത്തെ ആഗ്രഹം പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. ഇതാരുടെയും കുഴപ്പമല്ല, ഇങ്ങനെയുള്ള മൃതദേഹങ്ങൾ മറ്റു മാർഗ്ഗമില്ല. പക്ഷേ അവരുടെ സങ്കടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അപർണ, ഇതാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം. അതാണ് അവസാനം മരണശേഷം ഒരു നല്ല മരണാനന്തര കർമ്മം നല്ല രീതിയിൽ നടത്തുക, അല്ലെങ്കിൽ അവർക്ക് ഉചിതമായ കർമ്മങ്ങൾ നടത്തി ഒരു യാത്രയയപ്പ് നൽകുക എന്നാണ്. പക്ഷേ പലപ്പോഴും ഇത്തരം ദുരന്തങ്ങളിൽ അത് നടക്കാറില്ല, നടക്കുന്നത് പ്രായോഗികമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ PK ഫിറോസ് പറഞ്ഞതുപോലെ ഒരു തരത്തിലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നാശമായ മൃതശരീരങ്ങളുണ്ട്. മൈലാഞ്ചി നോക്കിയും പല്ലിൻ്റെ വിടവ് നോക്കിയും ഒക്കെ ആളുകളെ തിരിച്ചറിയുന്ന ഒരു കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. എന്തായാലും കുഴിമാടങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 30ഓളം കുഴികളാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ പഞ്ചായത്തിൽ വിവരം അറിയിച്ചതനുസരിച്ചാണ്, പഞ്ചായത്ത് അധികൃതർക്ക് നൽകിയ വിവരം അറിയിച്ചാണ് ഈ കുഴികൾ എടുത്തത്. പക്ഷേ പിന്നീട് എണ്ണം കുറയ്ക്കുകയായിരുന്നു. നമുക്ക് ദൂരെ നിന്നും ആംബുലൻസ് വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വെളിച്ചം വരുന്നുണ്ട് മുകളിലേക്ക്. ആ വെളിച്ചം ഉടൻ ഈ സ്ഥലത്തേക്ക് എത്തുമെന്ന് അറിയാൻ കഴിയുന്നു. അല്പസമയത്തിനകം മൃതശരീരങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ഇവിടേക്ക് എത്തും. ആശയക്കുഴപ്പങ്ങളും അനിശ്ചിതത്വങ്ങളും ഒക്കെ മാറിയിരിക്കുന്നു. അവകാശവാദം ഉന്നയിച്ച് വന്നവരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ചടങ്ങുകൾക്കിനി അധിക നേരമില്ല. ചടങ്ങുകളിലേക്ക് കടക്കാൻ പോകുന്നു. നിരനിരയായി ഒരു വാഹന വ്യൂഹം ദൂരെ താഴെ നിന്നും മുകളിലേക്ക് കയറി വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആംബുലൻസുകൾ ഓരോന്നായി ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. അല്പസമയത്തിനകം ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്ന, അവരുടെ ബന്ധുക്കളെന്ന് വിശ്വസിക്കുന്ന, അവരുടെ അച്ഛനെന്നും അമ്മയെന്നും കാണാതായ തങ്ങളുടെ സഹോദരിയെന്നുമൊക്കെ അവരവർ വിശ്വസിക്കുന്ന ചടങ്ങ്, ആ വിശ്വാസത്തിൽ അവർ അന്തിമോപചാരം അർപ്പിക്കാൻ ഈ ഒരു മലയുടെ മുകൾ ഭാഗത്ത് പല ഇടങ്ങളിലായി കാത്തു നിൽക്കുകയാണ്. അവർ ക്ഷമാപൂർവം കാത്തു നിൽക്കുകയായിരുന്നു. എന്തായാലും ആ ചടങ്ങിലേക്ക് അല്പസമയത്തിനകം നമ്മൾ
ഇവിടെ കടക്കും. മന്ത്രിമാരടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് വാഹന വ്യൂഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണാധികാരി എത്തും. ഒപ്പം മറ്റ് ദുരിതാശ്വാസ രംഗത്തും ദുരന്ത നിവാരണ ഏകോപനമൊക്കെ നടത്തുന്ന ആളുകളും ഇങ്ങോട്ടുണ്ടാവും എന്നും അറിയാൻ കഴിയുന്നു. എന്തായാലും മന്ത്രിയുടെ വാഹനം മുന്നിലേക്ക് വരുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയും. തൊട്ട് പിന്നാലെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകളും എത്തുമെന്നാണ് കരുതുന്നത്. വഴിയിൽ വെളിച്ചം കാണുന്നുണ്ട്, ആംബുലൻസുകളുടെ വെളിച്ചം നമ്മൾ കാണുന്നുണ്ട്.